സാവിത്രി മോളെ, സാവിത്രി. അയ്യോ, ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കൂ. പേടിക്കാനൊന്നുമില്ല, സാവിത്രി ഗർഭിണിയാണ്. കരയുന്നു. ഇതിന്റെ ആളാരെന്നാ ചോദിച്ചത്? നിന്റെ തന്തയും തള്ളിയും ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും? പറയടി, ആരായത്? നീ പറയില്ല ആരാന്ന്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ചവിട്ടി കൊന്ന് കുളിച്ചുകൂടെ അവിടെ പറഞ്ഞേക്കാം. പറയടി ആരാണ്? അമ്മയുടെ മോനാണ്. ഞാൻ നിന്നെ എന്റെ മോളെ പോലെയാണ് കരുതിയിരുന്നത്. ആ നീ എന്നോടിത് കാണിച്ചല്ലോടി. നല്ലവളാണെന്ന് വിചാരിച്ചാണ് നിന്നെ ഈ കുടുംബത്തിൽ ഞാൻ കയറ്റിയത്. എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നീ തകർത്തതാണല്ലോടി. ഇതിനേക്കാൾ എനിക്കല്പം വിഷം തന്നെ കൊന്നിട്ട് എന്റെ വീട്ടിൽ നിനക്കിത് ചെയ്യാമായിരുന്നു. എന്റെ പൊന്നുമോളെ, നിങ്ങൾക്കൊക്കെ സഹായമല്ലാതെ ഈ അമ്മ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ എന്നോടിത് വേണം. എടാ, അവിടെ നില്ല. നീ എന്റെ മോനാണോടാ? എന്താടാ ഈ കാണിച്ചത്? എന്താ അമ്മേ? എന്താ? എന്താണെന്നോ നിനക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? എടാ, ഇവിടെ നിനക്കറിയാമോ? ഇവിടുത്തെ വേലക്കാരി പെണ്ണ്, ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നാണ് ഇവൾ പറയുന്നത്. വാസ്തവണോടാ? ആണെങ്കിൽ ഈ നിമിഷം ഇവളെയും കൊണ്ട് പടിയിറങ്ങണം. അതാണ് ശരി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ജീവിക്കാൻ. എടാ, നിനക്ക് ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കാനുള്ള വകതില്ലാതെ പോയല്ലോടാ. ഇറങ്ങണ അവളെയും കൊണ്ട്. അയ്യോ അമ്മ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവള് തന്നെയാണോ പറഞ്ഞത്? എടി, സത്യം പറ, ഇവനാണോ? അതെ അമ്മയുടെ ഈ മോൻ തന്നെയാണ്. എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്നെ രക്ഷിക്കണം. എനിക്ക് വേറെ ആരുമില്ല. സാവിത്രി, നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്നെ ഞാനോ? നിനക്ക് എവിടുന്ന ഒരു അബദ്ധം പറ്റി? ആരോ നിന്നെ ചതിച്ചു? ആരാ? പറ. അവനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. നീ വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നത്? പാവം അമ്മയോട് അത് വിശ്വസിച്ചു. സാവിത്രി, നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. അമ്മയ്ക്ക് ഇത് വരണം. പിടിച്ചു നിർത്തിക്ക് ഓരോ നിന്നെ മോളെന്ന് പറഞ്ഞോട്ട്. ഇപ്പൊ ചീത്ത പേര് എനിക്കായി. മതിയായല്ലോ. ഒന്നും പറയണ്ട പച്ചമ്മേ. ഇതിങ്ങനൊക്കെ സ്വഭാവമായത്. ഏതെങ്കിലും കൊള്ളാവുന്ന വീട്ടിൽ കയറി വിലക്ക് നിൽക്കുക, എവിടെയെങ്കിലും പോയി ഇതുപോലെ ഒന്ന് സമ്പാദിച്ചു വരിക, എന്നിട്ട് തറവാട്ടിൽ പറഞ്ഞ പിള്ളേരെ തലയെ കെട്ടിവെക്കുക. സ്വത്തിനവകാശിയായല്ലോ. എടോ, താ ഒന്നും പറയണ്ട. അമ്മയ്ക്ക് ഇപ്പൊ ഇവളെ വിശ്വാസം. അമ്മ ഒരു കാര്യം ചെയ്യും, ഇവളെ പിടിച്ച് മരുമകളാക്കി ഇവിടെ ഇരുത്തിക്കോ. വല്ലവന്റെ കൊച്ചിനാന്ന് എനിക്ക് വയ്യ. ഞാൻ താ പോവാ. പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോനെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്, അങ്ങനെയല്ല വളർത്തിയത്. എന്റെ മോനെ കുറിച്ച് വേണ്ടാതീനം പറയുന്നു. ഇറങ്ങണി പുറത്ത്. ഇല്ലമ്മേ, ഞാൻ പോവില്ല. അമ്മ എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അമ്മ എന്നെ കൊന്നുകളാം. ഞാൻ പോവില്ല അമ്മേ. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. പിള്ളേ, ഇവിടെ അയച്ചേക്കൂ. നീ പോകത്തില്ലേ?
മാധവി അറിയുന്നതിന് സാവിത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവൾ ഇവിടുന്ന് ഒരു കുഴപ്പം കാണിച്ചിട്ടാണ് പോയത്. അവൾ ഗർഭിണിയാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അവളവിടെ കൊണ്ടുപോയി നിർത്തിയില്ലേ? വലിയ വീട്ടിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ കിട്ടിയില്ലേ? എന്താ ആരോന്നും മിണ്ടാത്തത്? ഇപ്പൊ അവളെ ആർക്കും വേണ്ടല്ലേ? അവൾ എന്റെ പെങ്ങളാ. എനിക്ക് അവളെ വേണം. എന്താടാ? എവിടാ സാവിത്രി? സാവിത്രി നിനക്ക് മനസ്സിലായില്ലല്ലേ? എവിടാ അവള്? പറടാ, എവിടെ കൊണ്ട് കുഴിച്ചിട്ടുണ്ടോ? ഇവൻ അവളെ നശിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ അമ്മയമ്മനും കൂടെ അവളെ എന്ത് ചെയ്തു? അവളുടെ കുഞ്ഞിന്റെ തന്റെ അന്വേഷിച്ച് നീ പഠിക്കകത്ത് കയറി പോരുത്. അത് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ടത്. ഇവനാണ് അവളെ നശിപ്പിച്ചത്, മറ്റാരുമല്ല. ആണോ? എങ്കിൽ അവളും കൂടി അതിന് സമ്മതിച്ചിട്ടാണ്. കൊല്ലാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളേരാരും വിളിക്കുന്നവന്റെ കൂടെ പോവില്ലടാ. നീ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ? അവൾ അത്ര നല്ലവളായിരുന്നെങ്കിൽ ഇവൻ വിളിച്ചപ്പോ എന്തിനാ അവന്റെ കൂടെ പോയി? ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അവനെ തല്ലടാ, തല്ല്.